ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥയിൽ നോക്കാം കേട്ടോ. പത്തരമാറ്റിൻ്റെ കഥയിൽ അപ്പോൾ ഈ അനാമിക ഇട്ട ബോംബ് അത് ആകെ പൊട്ടി തകർന്നു. അപ്പോൾ അതിൻ്റെ പ്രതിഫലനം പോലെ അനന്തപുരിയിൽ കുറേ മീഡിയക്കാരും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആദർശം നയനയും കൂടെ പുറത്തേക്ക് പോകാനുണ്ട് ഇറങ്ങി വരുമ്പോൾ ഈ മീഡിയക്കാർ മുഴുവൻ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ കാത്തു നിൽക്കുമ്പോൾ മീഡിയക്കാർ ചോദിക്കുകയാണ് ആദർശനോട്, സാറിനെ പറ്റിയിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, ഒരു വിവാദം കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് സാർ എന്ന് പറയുമ്പോൾ, എനിക്കറിയില്ല, നിങ്ങളല്ലേ കേട്ടത്, നിങ്ങൾ പറയേ ഇതിൽ സത്യാവസ്ഥയൊന്നുമില്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു മഞ്ഞ ചാനൽ വന്ന് പറയുന്നത് കേട്ടിട്ട് കൂടെ ഏറ്റുപിടിക്കുന്നതല്ലേ നിങ്ങൾ, എനിക്കതിലൊന്നും പറയാനില്ല, ഈ കേൾക്കുന്നതൊക്കെ കള്ളമാണെന്ന് എനിക്കറിയാം, അങ്ങോട്ട് കള്ളങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കണം എന്ന് ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ മേഡം ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ അല്ലേ, അപ്പോൾ മേഡം എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്ന് ചോദിക്കുക. പറയും, ഇപ്പോൾ കാണാനൊന്നുമില്ല, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്, എൻ്റെ ഭർത്താവ് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള 100% ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഭർത്താവിന് കൂട്ട് നിൽക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ പറയും, അപ്പോൾ ഇതിലൊന്നും ഒരു കഴമ്പും ഇല്ലയെന്നാണോ പറയുന്നത് വയ്ക്കും. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനും അജയനും ജയനും എല്ലാവരും കൂടെ അങ്ങോട്ട് വരേണ്ടത്, ജലജിയുണ്ട് കൂടെ. അപ്പോൾ പറയും, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്ന് വയ്ക്കും. ഞങ്ങൾ കൊടുക്കുന്ന സ്വർണം പത്തരമാറ്റ് സ്വർണ്ണമാണ് ഞങ്ങൾ കൊടുക്കുന്നത്, അതുപോലെ തന്നെയാണ് ഈ വീട്ടിലുള്ള ആളുകളും. ഞങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ അവർക്ക് രസമാണെങ്കിൽ പറഞ്ഞുണ്ടാക്കട്ടെ, നിങ്ങൾ ആദ്യം ഞങ്ങളോടല്ല വന്ന് ചോദിക്കേണ്ടത്. ഇത് ആരാണോ കൊടുത്തത് അതിൽ നേരെ അറിയാൻ നിങ്ങൾ നോക്കൂ, ഇവിടെ വന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. കാരണം ഞങ്ങൾ കൊടുക്കുന്ന സ്വർണത്തിൽ ഒരു തരി പോലും ഞങ്ങൾ മായം ചേർക്കുന്നില്ല. ഞങ്ങളുടെ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങുന്ന സ്വർണം കൊണ്ട് വേറെ ഒരു ജ്വല്ലറി പോയി കഴിഞ്ഞാൽ അവർ ഒന്നും നോക്കാതെ അത് വിൽക്കാൻ കൊണ്ടുപോവുകയാണെങ്കിൽ അവർ അത്രയും പെർഫെക്റ്റാണ് ഞങ്ങളുടെ സ്വർണം, വേറെ ഒന്നും നോക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പറയും, നിങ്ങൾ ഞങ്ങളോടല്ല അന്വേഷിക്കേണ്ടത്, നിങ്ങളുടെ ഈ ചാനൽ സത്യാവസ്ഥ ആദ്യം കണ്ടുപിടിക്കൂ. എൻ്റെ കൊച്ചുമോനും ഭാര്യയാണിത്. അപ്പോൾ അവരെക്കുറിച്ച് ഇല്ലാത്ത വചനങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് ആരാണോ അവരെ ആദ്യം കണ്ടുപിടിച്ച് അവരോട് ചോദിക്കും ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത്. പിന്നെ ഞങ്ങളെ തറടിച്ച് കാണിക്കാൻ കുറേ ആളുകൾ തുരിഞ്ഞിറങ്ങിയിട്ടുണ്ട്, ഞങ്ങൾക്ക് അതൊന്നും പറയാനില്ല. നിങ്ങളെപ്പോലുള്ള ചാനലുകാർ സത്യാവസ്ഥ അറിയാണ്ട് നീ മേലെ ഈ പടി കടന്നു പോയത് പറഞ്ഞിട്ട് അങ്ങനെ ചാനലുകാരുടെ മുഷിപ്പിച്ച് വിടുകയാണ്. അപ്പോൾ ചാനലുകാരെല്ലാവരും കൂടെ നിങ്ങൾ പുറത്ത് പോകാൻ പറയുകയാണ് മൂർത്തി മുത്തശ്ശൻ. അതിൽ അവർ പോകുന്ന സമയത്ത് അവരെന്നെ പറയണത്, ഒന്നും കിട്ടിയില്ല, വരണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോണത്. അപ്പോൾ ജയം പറച്ചാ അവരെ വെറുപ്പിച്ച് വിടേണ്ടിയിരുന്നില്ല എന്നറിയും. പിന്നെ അല്ലാതെ എന്താ ഞാൻ ചെയ്യുക, അവർ ഈ നുണക്കഥകളുമായിട്ടാണോ ഈ നടക്കുന്നത്, അതിൽ തരിമ്പും കഴമ്പില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണോ പ്രവർത്തിച്ചാൽ അവർക്കുള്ള മറുപടി ഞാൻ പിന്നെ കൊടുത്തോളാം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശൻ. അങ്ങനെ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ആദർശനോടും നയനോടും പറയുന്നത്, നിങ്ങൾ പുറത്ത് പോവല്ലേ, പോയിക്കോളൂ, ഇങ്ങനെ പലതും കാണും കേൾക്കും ചെയ്യും, ഒന്നിനും ചെവി കൊടുക്കണ്ട, നിങ്ങളത് ശ്രദ്ധിക്കുക വേണ്ട എന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോവുകയാണ് പുറത്തേക്ക് കേട്ടോ. അപ്പോൾ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിൻ്റെ ഭാര്യയും നിൻ്റെ അമ്മയും അച്ഛനും മുത്തച്ഛനും മുത്തശ്ശി ഇളയച്ചനും ഒക്കെ നിൻ്റെ കൂടെ തന്നെ ഉണ്ട്, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത് എന്ന് ചോദിക്കാൻ ആദർശനോട് മുത്തശ്ശനെ പറയും. പിന്നെ പുറത്തുള്ളവർ അവരോട് പോയി പണി നോക്കാൻ പറയാം, അതൊന്നും നീ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, നിൻ്റെ കാര്യത്തിൽ 100% നീ പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് പറയുന്നവരവിടെ പറഞ്ഞോട്ടെ, അതിന് കഴമ്പില്ല എന്ന് അറിയാൻ കേട്ടോ. അങ്ങനെ ആദർശം നയനും കൂടി പുറത്തേക്കുമുണ്ട്. ഇതൊക്കെ കണ്ട് ജലജ ഓടിച്ചെല്ലുകയാണ് മകൻ്റെ അടുത്തേക്ക്. ജലജ ഓടിച്ചെന്ന് മകൻ്റെ അടുത്ത് പറയും, എടാ നീ വല്ലതും അറിയുന്നുണ്ടോ, ചാനലുകാരൊക്കെ കൂടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ പറയും, എനിക്കൊക്കെ അറിയാമേ, ഞാൻ അങ്ങോട്ട് വരാത്തത് എനിക്ക് അവിടെ നിന്ന് സന്തോഷിക്കാൻ പറ്റില്ല, കാരണം ആദർശം നയനയും കൂടി എന്നെ ഇട്ട് പൊരിക്കും എന്ന് പറയും. അപ്പോൾ പറയും, നീ അവിടെ ഒന്ന് വരായിരുന്നില്ല വയ്ക്കുമ്പോൾ പറയും, ഞാൻ അന്ന് വന്നാൽ ശരിയാവില്ല, അത് അമ്മയ്ക്ക് പിന്നെ മനസ്സിലാവും, പിന്നെ ഇതിൻ്റെയൊക്കെ പിന്നിൽ അവളാണ്, അനാമികയാണ്, അവളാണ്, നീ ഒന്നും ആയിട്ടില്ല, ഇനിയും ആളുകൾ വരാനിരിക്കുന്നുള്ളൂ, ഇനിയും ചാനലുകാർ വരാനിരിക്കുന്നുള്ളൂ എന്നറിയാം. അപ്പോൾ പറയും, നിൻ്റെ മുത്തശ്ശൻ അവരെ പിണക്കിയിട്ടാണ് വിട്ടിരിക്കുന്നത് അറിയും. അപ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ അവർ അറിയും
പിന്നെ അവൾ ഇവിടെ വന്നത് കയറി വന്നത് തന്നെ അനിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ഇവിടുന്ന് സ്വത്ത് മുതൽ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവളിവിടെ വന്നത്. അവൾ വേറൊരുത്തിനൊക്കെ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് നമുക്ക് അറിയോ ചോദിക്കുക. അവൾ കോടികളാണ് ഇവിടുന്ന് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും അതുകൊണ്ട് എനിക്ക് പുറത്ത് ഇങ്ങനെ വെളിച്ചത്ത് വന്നിട്ട് സന്തോഷിക്കാൻ പറ്റില്ല, എനിക്ക് പുറമേ നിൽക്കാനേ ഉള്ളിൽ മറഞ്ഞ് നിൽക്കാനേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഈ നമ്മുടെ നന്ദു ഒരു ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരുത്തൻ വന്നിട്ട് അവിടെ നിൽക്കുന്ന പോലീസുകാരനോട് ചോദിക്കുന്നുണ്ട്, സാറിന് എന്നെ അറിയാലോ, നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടില്ലേ, പിന്നെ എന്തിനാണ് സാർ എന്നെ പിടിച്ച് നിർത്തിയെന്ന് ചോദിക്കുക. അപ്പോൾ അത് പിന്നെ എന്ന് പറയാണ്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ മകനാണ് അവൻ. അപ്പോൾ പറയും ഞാൻ ആരാണെന്നുള്ളത് സാറിന് അറിയാതെ. അപ്പോൾ നന്ദു വയ്ക്കും നിങ്ങൾ ആരാണെന്ന് വയ്ക്കുമ്പോൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ മകനാണ് അറിയുമ്പോൾ അതിനെന്താ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ മകനായാലും എന്താ നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ അറിയും. അപ്പോഴേക്കും CA അങ്ങോട്ട് വരികയാണ്, കാരണം നന്ദുവിൻ്റെ മുന്നിൽ ആളാവാൻ കിട്ടിയ ചാൻസല്ലേ. അപ്പോൾ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ പറയും നിൻ്റെ ലൈസൻസ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്തിനാണ് ലൈസൻസ്, ഈ റോഡിൽ കൂടെ പോയാൽ എനിക്ക് ലൈസൻസിൻ്റെ ആവശ്യമില്ല, ഞാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ മകനാണ് പറയും. അപ്പോൾ ആരെ മകനായാലും നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്യും, അടുത്തവർക്ക് 8 അടിയോട് കൊടുക്കി ഈ ചക്കനെ മോന്തക്കിട്ടിട്ട് നീ പോയിട്ട് നിൻ്റെ പ്രസിഡൻറ്റ് തന്നതിനോട് പോയി പറയാം ഞാൻ ഇവിടെ വന്ന് ചാർജ് എടുത്തിട്ടുണ്ട്, ഇനി നിന്നെ കാണുമ്പോൾ നിൻ്റെ കയ്യിൽ ലൈസൻസും ബുക്കും പേപ്പറൊക്കെ കാണണം, നീ പോയി പറയുന്നത് ഞാനിവിടെ ചാർജ് എടുത്തൊന്ന് 4 ആൾ അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇവനെ ഒന്നാട് കൊടുത്തിട്ട് അങ്ങോട്ട് വിടും. അപ്പോൾ പറയും നിങ്ങളെന്തായാലും നിങ്ങളെ ജോലി ചെയ്യൂ, ഞാൻ എവിടെ ഇരുന്നാലും നിയമത്തിൻ്റെ പോലെ തന്നെ നടക്കണം, അവിടെ യാതൊരു പ്രസിഡൻ്റ് ആയാലും ആരായാലും ശരി ഇത് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല എന്നിട്ട് അയാൾ ബൈക്കിൽ കയറി പോവും. അപ്പോൾ കൂടെ നിൽക്കുന്ന പോലീസുകാരൻ നന്ദുവിനോട് വയ്ക്കും, അല്ല ഒരു ലൈസൻസ് എടുത്തില്ല എന്ന് പറയുന്നതിന് അയാളെന്തിനപ്പോൾ കയറി സാറെന്തിനപ്പോൾ തല്ലിയത് എന്ന് ചോദിക്കും. അപ്പോൾ നന്ദു അതപ്പോൾ എനിക്ക് മനസ്സിലാവത്തത് എന്തിനാണ് ഇപ്പോൾ തല്ലിയത്, തല്ലേണ്ട കാര്യമൊന്നുമില്ല എന്നറിയാം. ഇനിയിപ്പോൾ എന്താണാവോ മിക്കവാറും അയാളെ കൈയും കാലോടിയുടെ ലക്ഷണമാണെന്ന് പറയും ചെയ്യട്ടോ. പറഞ്ഞ പോലെ ഇയാൾ ബുള്ളറ്റിൽ പോകുന്ന സമയത്ത് 2 ഗുണ്ടകൾ പിന്നാലെ ഇയാളുടെ കൂടെ പിന്നാലെ വരുന്നുണ്ട്. സച്ചിദാനന്ദൻ്റെ പിന്നാലെ 2 ഗുണ്ടകൾ വരുന്നുണ്ട്. അങ്ങനെ വഴിയിൽ വെച്ച് ഇയാളെ തടഞ്ഞു നിർത്തി ഗുണ്ടകളായിട്ട് സംഘടന അല്ലെങ്കിൽ ഇയാളെ ചവിട്ടി വീഴ്ത്തി ഇയാൾ അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. അതിൽ ഒരുത്തൻ ചവിട്ടി വീഴ്ത്തിയിട്ട് പിന്നെ മേലിൽ കയറിയിരുന്ന് ഇടിക്കുന്ന സമയത്തേക്കും നമ്മൾ നന്ദു അയാളെ പിടിച്ച് മാറ്റി ഇടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴേക്കും പിന്നെ അയാളെ നീപ്പിക്കുകയാണ്. ആ ഗുണ്ടേനെ പിടിച്ചിട്ട് പറയും, പിന്നെ എനിക്കറിയാമായിരുന്നു ഗുണ്ടാക്കമ്മ ഉണ്ടാകുന്ന അറിയായിരുന്നു, ഇപ്പോൾ അവിടെ നിന്നൊക്കെ പറഞ്ഞേക്കുക നിന്നെ പറഞ്ഞയച്ചവരടുത്ത് പോയി പറഞ്ഞേക്കുക, ഇതിലൊന്നും ഞാൻ കുലുങ്ങില്ല എന്നൊന്ന് പറഞ്ഞേക്കുക എന്നൊക്കെ പറഞ്ഞ് നന്ദുവിൻ്റെ മുന്നിൽ പിന്നെ ഇയാൾ ഷൈൻ ചെയ്യാണ്. അപ്പോൾ നന്ദുവിന് കാരണം ഇയാളുടെ പ്രവൃത്തികളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ബുള്ളറ്റ് അപ്പോൾ പറയുക ഞാൻ നിങ്ങളെ കൂടെ ജീപ്പിൽ വരാം, എനിക്ക് ഇനി വണ്ടി ഓടിക്കാൻ വയ്യ, നിങ്ങൾ എൻ്റെ ബൈക്ക് കൊണ്ടുപോയിട്ട് ബുള്ളറ്റ് കൊണ്ടുപോയിട്ട് അവിടെ ഗസ്റ്റ് ഹൗസ് കൊണ്ടുപോയിട്ടാൽ മതി, ഞാൻ നിങ്ങളെ കൂടെ വണ്ടിയിൽ വരാമെന്ന് അറിയാണ്. അങ്ങനെ കാറിൽ കയറി ജീപ്പിൽ കയറിയിട്ട് പോവുകയാണ്, ഇവർ എല്ലാവരും കൂടെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ജാനകി ഇരുന്നിട്ട് TV-ത്തെ പ്രോഗ്രാം കാണുകയാണ്. തന്നെ ആദർശിനെ പറ്റിയുള്ള പരാമർശങ്ങളാണ് TV-യിൽ ഒരു അവതാരിക ഇരുന്ന് പറയുന്നത് കേട്ട് ഇരുന്ന് ചിരിച്ചിരിക്കുമ്പോഴേക്കും അജയൻ അങ്ങോട്ട് വരികയാണ്. അജയൻ വന്നിട്ട് വേഗം ഓഫാക്കിയിട്ട് പറയും, ഇതിൻ്റെ പിന്നിൽ നിൻ്റെ മരുമോളാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയല്ലേ എന്ന് പറയുകയാണ് ജാനകി അജയനോട്. അപ്പോൾ പറയും എന്ത് കാര്യങ്ങളാണ് ശരി, ഒരിക്കലും ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, ഇതിൻ്റെ പിന്നിൽ നിൻ്റെ മരുമോളും അവരുടെ വീട്ടുകാരുമാണ്, എത്രത്തോളം ഈ കുടുംബത്തിനെ അപമാനിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ് അവൾ പറയുമ്പോൾ. അത്ര പിന്നെ അപമാനിക്കുക അവളുടെ കുടുംബത്തിന് നിങ്ങൾ ഇവിടുന്ന് എല്ലാവരും അപമാനിച്ച് വിട്ടില്ലേ. ജാനകി ഇപ്പോഴും മരുമകളുടെ ഇത് താങ്ങി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയും അവളെ അപമാനിച്ച് വിട്ടില്ലേ എന്ന് പറയുമ്പോൾ അപമാനിക്കാനോ അവന് 10 പൈസയ്ക്ക് ഗതിയില്ല. അവൻ്റെ കാട്ടിക്കൂട്ടൽ കണ്ട എന്താണെന്നറിയോ, പിന്നെ എൻ്റെ ഏടത്തിക്ക് മറ്റേ പാലിൽ വിഷം കലക്കി കൊടുത്ത ഒരു കൊലയാളിയാണ് ആ പെണ്ണ്. അവളെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഇനി ആർക്കൊക്കെ വിഷം കലക്കി കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയുള്ളൊരു ഫ്രോഡ് പെണ്ണിനെ ഇവിടെ നിർത്താൻ പറ്റില്ല എന്നറിയും. അപ്പോൾ നിൻ്റെ മരുമകളെ കൊണ്ട് ഇവിടെ കയറ്റാൻ പറ്റില്ല എന്നറിയും. അപ്പോൾ എൻ്റെ മരുമകൾ മാത്രമല്ല നിങ്ങളെയും മരുമകളാണ് അറിയാം. അപ്പോൾ പറയും എൻ്റെ മരുമകളാണ് ഞാൻ എന്നേ എൻ്റെ ഇതെന്ന് വെട്ടി, ഞാൻ അവളെ ഒരിക്കലും എൻ്റെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന് പറയാൻ അജയൻ. അപ്പോൾ പറയും പിന്നെ നീ അവളെ അങ്ങനെ എല്ലാ കഥ പറഞ്ഞയച്ചത് നയനയാണ് പറയും. അപ്പോൾ നയനയുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത ഉണ്ടടി അവൾക്ക് എന്ന് ചോദിക്കുകയാണ് അനാമികയ്ക്ക്. അപ്പോൾ പറയും ഒരിക്കലുമില്ല, അവൾക്ക് ഒരു യോഗ്യതയില്ല ഇവിടെ നിൽക്കാനുള്ളത്,
പിന്നെ എന്താണ് എന്നോട് അവളെ പറ്റി കൂടുതലൊന്നും പറയുകയൊന്നും വേണ്ട. കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു വണ്ടി കൊടുത്തില്ല. ആ വണ്ടി എവിടെ? കോടികൾ വിലയുള്ള സ്ഥലം വാങ്ങിയ അനാമികയുടെ പേരിലിട്ട് പറഞ്ഞു. ആ സ്ഥലം എവിടെ എന്നൊക്കെ ചോദിക്കുകയാണ്. കടത്തിൽ മുങ്ങി നിൽക്കുകയാണ്. ഇവിടെ ആർക്കും അവരുടെ സ്വത്ത് മുതലൊന്നും വേണ്ട. പക്ഷേ എന്തിനും ഈ കള്ളം പറഞ്ഞ് ഇങ്ങോട്ട് കയറി പറ്റി വന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയും പിന്നെ അതിനൊന്നും ജാനകിക്ക് മറുപടി പറയാനില്ല. അങ്ങനെ കുറേ ഇയാൾ അജയൻ പറയുന്നുണ്ട് ജാനകിയോട്. അതുകൊണ്ട് നീ നിൻ്റെ മരുമകളെ പറ്റി അങ്ങനെ പൊക്കി പറയുകയൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് വന്നാലും ശരി, അവളെ നന്ദുവിനെ വിളിച്ചും കൊണ്ട് ഇങ്ങോട്ട് വരാനാണ് പ്ലാനെങ്കിൽ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് എന്താ സംഭവിക്കുക എന്നുള്ളത്. അവൻ നന്ദുവിനെ വിളിച്ച് കൊണ്ടുവരികയാണെങ്കിൽ അവൻ്റെ അമ്മേനെ അവൻ മറന്നിട്ട് വേണമെങ്കിൽ ചെയ്തോട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് പോവാൻ. അതിൽ അജയന് പിന്നെ ഒന്നും പറയാൻ നിവർത്തിയില്ല. അങ്ങനെ അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നന്ദു ഓഫീസിൽ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മെസ്സേജ് വരികയാണ്. അപ്പോൾ ആ മെസ്സേജ് എടുത്ത് നോക്കുമ്പോൾ അനിയുടെ മെസ്സേജാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, നന്ദു ഇത് എൻ്റെ പുതിയ ഫോണാണ് കേട്ടോ, അതിൽ പുതിയ നമ്പറാണ്, ഇനി സംസാരിക്കുകയാണെങ്കിൽ ഈ ഫോണിൽ കൂടെ വിളിച്ചാൽ മതി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി പറയുമ്പോൾ അവൾ ആ നമ്പർ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ട് ചിരിക്കുമ്പോഴേക്കും അവൾക്ക് ഫോൺ വരികയാണ്. ഓഫീസിൽ നിന്ന് തന്നെയാണ്, അത് ഈ സച്ചിദാനന്ദനാണ് വിളിക്കുന്നത്. അപ്പോൾ നന്ദു ഒന്ന് വേഗം ഇവിടെ വരൂ എന്ന് നോക്കി. അപ്പോൾ എന്തിനാ സാർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരൂ എന്ന് അറിയാം. അല്ലെങ്കിൽ വേഗം അവൾക്കാണെങ്കിൽ ദേഷ്യം വരികയാണ്. അയാളുടെ കുറച്ച് ഒരു കോഴിത്തരൊക്കെ കണ്ടിട്ടേ ഒരു പോലീസ് ഓഫീസറാന്നുള്ള കാര്യമൊക്കെ അയാൾ മറന്നു വേണം. അങ്ങനെ അയാൾ ഫോൺ വെച്ചിട്ട് ഇവിടെ അങ്ങോട്ട് ചെല്ലുകയാണ്. ചെന്ന് സല്യൂട്ട് അടിച്ചിട്ട് പറയും, നന്ദു ഇരിക്കുമോ എന്നറിയാം. അപ്പോൾ എന്തിനാ സാർ വിളിപ്പിച്ച് തുറക്കി, ഇരിക്കുമോ പറയാം എന്നറിയും. അപ്പോൾ നന്ദു അവിടെ ഇരിക്കുകയാണ്. അല്ല അറിയും, എനിക്ക് ഒരു ഡയറി പോലെ ഒന്ന് തുറന്നിട്ട് അതിന് കുറേ പേപ്പർ മടക്കി വെച്ചിട്ടുള്ള ഇങ്ങനെ എടുക്കണം. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് അറിയുമോ നന്ദുവിന് വയ്ക്കുമ്പോൾ, ഇല്ല സാർ എന്താ ഇതെന്ന് വയ്ക്കും. ഇതൊക്കെ പ്രേമലേഖനങ്ങളാണ് അറിയിട്ടോ അയാൾ. പ്രേമലേഖനം. അപ്പോൾ ഇവളിങ്ങനെ ഒരുമാതിരിയായിട്ട് നോക്കും. അതെ, ഇതൊക്കെ ഞാൻ ഓരോ സ്റ്റേഷനിലിരിക്കുമ്പോൾ ഓരോ പെൺകുട്ടികൾക്ക് എന്നോട് ഇഷ്ടം തോന്നിട്ട് എനിക്ക് തന്ന പ്രേമലേഖനങ്ങളാണ്. പിന്നെ ഞാൻ അതൊന്നും ഇതാക്കിയിട്ടില്ല, എനിക്ക് അതിനോടൊന്നും താല്പര്യം ഉണ്ടായിട്ടില്ല എന്നൊക്കെ അങ്ങനെ വലിയ പറയുമ്പോൾ എന്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ പറയും പിന്നെ എനിക്കൊരു നടൻ്റെ ഛായ ഉണ്ട് എന്നുള്ളത് കൊണ്ട് പിന്നെ എന്താണ് കുറേ സിനിമയിലേക്കൊക്കെ എന്നെ ക്ഷണിച്ചതാണ്, ഞാൻ പോയിട്ടില്ല, എനിക്കൊന്നും എന്നോടൊന്നും താല്പര്യമില്ല, എനിക്കിങ്ങനെ CID ജോലി ചെയ്യാൻ പോലീസിൽ ആയിട്ട് ഇരിക്കാനാണ് താല്പര്യം എന്നറിയാം. അപ്പോൾ കാക്കിക്കുള്ളിൽ കലാകാരുണ്ടെന്ന് എല്ലാവരും എന്നോട് പറയുമായിരുന്നു, പക്ഷേ എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. നന്ദുവിൻ്റെ അഭിപ്രായം എന്താ പറയും? സാർ എനിക്കെന്താ അഭിപ്രായം, എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല എന്ന് പറയും കേട്ടോ. ഇല്ലേ എന്ന് നോക്കിട്ടോ. ഇല്ല സാർ എനിക്ക് അഭിപ്രായമില്ല, സാർ എന്തിനാ എന്നെ വിളിപ്പിച്ച്, അല്ല ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് വിളിപ്പിച്ചത് എന്ന് പറയും. അപ്പോൾ സാർ എന്നാൽ ഞാൻ പൊക്കോട്ടെ, പോണോ എന്ന് നോക്കുമ്പോൾ പോണോ സാർ എന്നറിയും. എന്നാ പൊയ്ക്കോ എന്ന് പറയും കേട്ടോ. അങ്ങനെ നന്ദു ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിപ്പിക്കും, വരണം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ആകെ നടുകടലിൽ പെട്ടുപോലെ. അപ്പോൾ വരും സാർ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. എന്നിട്ട് കഴിഞ്ഞിട്ട് അയാളിങ്ങനെ ഇരുന്ന് ചിരിക്കുകയാണ്. എന്തായാലും ഉടനെ എനിക്ക് ഇവിടുന്ന് ഒരു ട്രാൻസ്ഫർ ഉണ്ടാവും, ആ ട്രാൻസ്ഫറും കൊണ്ട് ഞാൻ ഇവിടുന്ന് മാറുമ്പോൾ എൻ്റെ കൂടെ നന്ദു വേണം, എൻ്റെ പിന്നെ ഭാര്യയായിട്ട് നന്ദുവിനെ കൂടെ കൂട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നന്ദുവിനോട് അത് ഉടനെ പറയണം എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ്. എന്തായാലും നന്ദുവിൻ്റെ കാര്യം കട്ടപ്പോക. അപ്പോൾ എല്ലാവരും പത്രമായിട്ട് കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.